ഗുരുവായൂർ വനിതാ സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗമായ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദിനെതിരെയുള്ള പരാതി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചർച്ചയായി. കുറിയുടെ തുക 2.5 വർഷം കഴിഞ്ഞിട്ടും ലഭിച്ചില്ലെന്നതായിരുന്നു പരാതിയിൽ പറയുന്നത്. കുറിത്തുക ലഭിക്കുന്നതിന് ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരൻ കഴിഞ്ഞ ദിവസം നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണം തള്ളിയ ചെയർപേഴ്സൺ ഇത് തെറ്റായ വാർത്തയാണെന്ന് ആരോപിച്ചു. താൻ സംഘത്തിന്റെ ഭരണസമിതി അംഗം മാത്രമാണ്, സെക്രട്ടറി എന്നോട് ഇതേക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല, മുൻ ഭരണസമിതിയുടെ കാലത്തുണ്ടായ പ്രശ്നമാണിതെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. യോഗത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനി റജി അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദവും ഉണ്ടായി. നീറ്റ് വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച വിഷയത്തിൽ UDF അംഗം ആന്റോ തോമസും BJP അംഗം ശോഭ ഹരിനാരായണനും തമ്മിലും തർക്കമുണ്ടായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഹൈമാസ്റ്റ് ഉദ്ഘാടനത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയെന്ന് ഭരണപക്ഷ അംഗം എറിയൻ ആന്റണി കുറ്റപ്പെടുത്തി. ചാവക്കാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിക്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ഊരാളുങ്കൽ കമ്പനിയുടെ കത്ത് സെക്രട്ടറി വായിച്ചു. അനുമതിയില്ലാതെയാണ് GSA ഗ്രൗണ്ട് കൈവശപ്പെടുത്തിയത് എന്ന് കത്തിൽ പറഞ്ഞതോടെ UDF അംഗങ്ങൾ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. എല്ലാ കായിക സംഘടനകൾക്കും ഒരുപോലെ ഗ്രൗണ്ട് നൽകണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം വിയോജനക്കുറിപ്പും നൽകി.